Friends, here is part 3 of this video series on the model question paper based on functional grammar and communication in English. And this is the last part. Well, we are in section C. Take a look at the question rubric. Answer any one. രണ്ട് ചോദ്യമുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം എഴുതണം. 10 മാർക്ക്. Here is question number 20. A curriculum vitae. ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ടി ഒരു CV തയ്യാറാക്കാൻ വേണ്ടിയാണ്. Take a look at the question. Prepare a curriculum vitae for the sake of submitting an application to CTV Network Private Limited for the post of journalist trainee. ഒരു ജേർണലിസ്റ്റ് ട്രെയിനിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിനായി ഒരു CVയും ഒരു കവർ ലെറ്ററും തയ്യാറാക്കുക. ഇതാണ് ചോദ്യം. Provide all necessary details. ഈ CVയിൽ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിക്കുക. The basic qualification is graduation with the requisite skills in news reporting. Qualification, graduation, ഒപ്പം സ്കിൽസും. Attach a covering letter also. ആദ്യം നമുക്ക് കവർ ലെറ്റർ തയ്യാറാക്കാം. Look, cover letter. അറിയാമല്ലോ, കവർ ലെറ്റർ എന്ന് പറയുന്നത് CV അയച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു ഇൻട്രൊഡക്ടറി ലെറ്ററാണ്. So, take a look at the cover letter. First, name and address. യൂണിവേഴ്സിറ്റി പരീക്ഷയല്ലേ, സ്വന്തം പേര് എഴുതരുത്, ഇങ്ങനെ എഴുതിയാൽ മതി. നെയിം, അഡ്രസ്, അതിനുശേഷം ഡേറ്റ് മറക്കരുത്. 21st of January 23. ഈ ഡേറ്റ് എഴുതാൻ പല ഫോർമാറ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഫോർമാറ്റ് ഇത് നോക്കിയേ. 21-Jan, മാസത്തിൻ്റെ ആദ്യത്തെ 3 ലെറ്റർ, -23. നെക്സ്റ്റ്, to address the manager, CTV Network Private Limited, Kochi. അപ്പോൾ from address, date to address. Next, salutation, dear sir, comma വേണ്ട. Subject, application for the post of journalist trainee, CV forwarding regarding. ഇതാണ്. Now, paragraph number 1. I am name. സ്വന്തം പേര് എഴുതുന്നില്ല, നെയിം എന്ന് എഴുതിയാൽ മതി. Currently working as multimedia intern at Media One. ഞാൻ Media Oneൽ മൾട്ടിമീഡിയ ഇന്റേൺ ആയി ഇപ്പോൾ ജോലി ചെയ്തു വരുന്നു. With reference to your advertisement in the Hindu Daily dated 15th of January 2023, I would like to apply for the post of journalist trainee. 15/1/23 ദ ഹിന്ദു ദിനപത്രത്തിൽ കണ്ട പരസ്യത്തെ തുടർന്നാണ് ഇപ്പോൾ ഞാൻ ജേർണലിസ്റ്റ് ട്രെയിനിയുടെ പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കുന്നത്. ദിസ് ഈസ് പാരഗ്രാഫ് നമ്പർ 1. നൗ പാരഗ്രാഫ് നമ്പർ 2. ഈ പാരഗ്രാഫിൽ നമ്മളുടെ ഗുണഗണങ്ങൾ അവതരിപ്പിക്കും. ഐ ഹാവ് പാസ്ഡ് BA in Multimedia and Journalism from the University of Calicut with an aggregate of 85% marks in 2019. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 85% മാർക്കോടെ 2019 ഞാൻ മൾട്ടിമീഡിയ ആൻഡ് ജേർണലിസ്റ്റിൽ BA പാസ്സായിട്ടുണ്ട്. ഐ ഹാവ് വർക്ക്ഡ് ആസ് മൾട്ടിമീഡിയ ഇന്റേൺ അറ്റ് മീഡിയ വൺ ഫോർ 1 year. 1 വർഷക്കാലം മൾട്ടിമീഡിയ ഇന്റേൺ ആയി മീഡിയ വണ്ണിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഡ്യൂറിങ് ദ ഇന്റേൺഷിപ്പ് ഐ വാസ് ഏബിൾ ടു വർക്ക് കോൺഫിഡൻ്റ്ലി ഓൺ ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് വിഷ്വൽ മീഡിയ. ഇന്റേൺഷിപ്പ് കാലയളവിൽ വിഷ്വൽ മീഡിയയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ആത്മവിശ്വാസത്തോടുകൂടി എനിക്ക് പഠിക്കാനും ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഓൾസോ ഡൺ കോണ്ടന്റ് റൈറ്റിംഗ് ഫോർ എ ഫ്യൂ ഫേംസ്. തന്നെയുമല്ല, 1-2 സ്ഥാപനങ്ങൾക്ക് വേണ്ടി കോണ്ടന്റ് റൈറ്റിംഗ് ചെയ്യാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ദിസ് ഈസ് പാരഗ്രാഫ് നമ്പർ 2. അപ്പോൾ ഈ പാരഗ്രാഫിൽ നമ്മളുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ അറിയാം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്, ഈ ജോലിക്ക് ഞാൻ യോഗ്യനാണ് എന്ന് പറയണം. പാരഗ്രാഫ് നമ്പർ 3. മൈ ഡീറ്റെയിൽഡ് CV ഈസ് അറ്റാച്ച്ഡ് ഹിയർ വിത്ത് ഫോർ യുവർ കൈൻഡ് പെറൂസൽ. അങ്ങയുടെ പരിഗണനയ്ക്കായി എൻ്റെ വിശദമായ കരിക്കുലം വിറ്റായ് CV ഈ കവർ ലെറ്ററിനോടൊപ്പം ഞാൻ അയക്കുന്നു. ഐ ആം കോൺഫിഡൻറ്റ് ദാറ്റ് my qualification and experience are sufficient to make me a suitable candidate for the post of journalist trainee in your esteemed firm. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും പരിചയവും വെച്ച് നോക്കുമ്പോൾ
അങ്ങയുടെ സ്ഥാപനത്തിൽ ജേർണലിസ്റ്റ് ട്രെയിനി പോസ്റ്റിലേക്ക് പറ്റിയ ഒരു കാൻഡിഡേറ്റ് ആണ് ഞാൻ എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ്. I am eagerly looking forward to an interview to prove my talents and skills in person so that I can work in a creative environment like yours. എൻ്റെ യോഗ്യതകളും സ്കില്ലുകളും അങ്ങയെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് ഒരു നല്ല സ്ഥാപനത്തിൽ ജോലി ചെയ്യാനാവുമല്ലോ എന്ന് വിശ്വസ്തയോടെ. യുവേഴ്സ് ട്രൂലി, കോമയൊന്നും വേണ്ട, നെയിം എന്നെഴുതിയാൽ മതി. Friends, this is the cover letter. Now, curriculum vitae. CV. തുടക്കത്തിൽ പേര്, അഡ്രസ്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി. നെയിം, അഡ്രസ് വിത്ത് പിൻ, കോൺടാക്ട് നമ്പർ, ഇമെയിൽ ഐ ഡി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പേര് എഴുതണമെന്നില്ല, നെയിം എന്നെഴുതിയാൽ മതി. നമ്പർ 2, പ്രൊഫഷണൽ ഗോൾ. ഉദ്യോഗം, അതായത് കരിയർ സംബന്ധിച്ച ലക്ഷ്യം എന്താണ്? ടു എക്സൽ ആസ് എ മൾട്ടിമീഡിയ ജേർണലിസ്റ്റ് in a reputed firm that provides adequate exposure to the latest trends in the field suitable for professional growth and development. എൻ്റെ പ്രൊഫഷണൽ വളർച്ചയ്ക്ക് സഹായകരമാകത്തക്ക വിധം ആധുനിക സങ്കേതങ്ങൾ ഉൾപ്പെടുത്തി പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് തിളങ്ങുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. Now, work experience. Worked as multimedia intern at Media One from the 1st of January 22 till date. Currently engaged in the following tasks. Media One-ൽ കഴിഞ്ഞ ഒരു വർഷമായി ജോലി ചെയ്തു വരുന്നു. അവിടെ ഇപ്പോൾ താഴെ വിവരിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്പർ 1, creating, editing and sharing photos, videos and live streaming of videos. Photos, videos തുടങ്ങിയവയുടെ വ്യത്യസ്ത സാധ്യതകൾ. നമ്പർ 2, sourcing images, sound bites and video for multimedia publication. Multimedia publication ഇവയൊക്കെ സഹായിക്കുക. നമ്പർ 3, collaborating with other reporters, photographers and videographers to develop multimedia content. Multimedia content ഉണ്ടാക്കാനായി മറ്റുള്ളവരുമായി സഹകരിക്കുക. നമ്പർ 4, generating an interactive social media following of more than 10,000 in the past 2 years. കഴിഞ്ഞ 2 വർഷമായി 10,000-ഓളം ഫോളോയിങ് ഉള്ള സോഷ്യൽ മീഡിയ സാന്നിധ്യം. നെക്സ്റ്റ്, മാനേജിംഗ് മൊബൈൽ ഫോട്ടോഗ്രഫി ആൻഡ് വീഡിയോഗ്രഫി ഇക്വിപ്മെൻറ്റ്. മൊബൈൽ ഫോട്ടോ വീഡിയോ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക. ആൻഡ് ഫൈനലി, റിപ്പോർട്ടിംഗ് ലോക്കൽ ന്യൂസ് ആൻഡ് അപ്ഡേറ്റിംഗ് സ്റ്റോറീസ് ബേസ്ഡ് ഓൺ റിപ്പോർട്ട്സ് ഓൺലൈൻ. ലോക്കൽ ന്യൂസ്, സ്റ്റോറി എന്നിവ റിപ്പോർട്ട് ചെയ്യാൻ. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ചെയ്തു വരുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ. Bachelor of Arts, BA in Multimedia and Journalism, 85% marks from the University of Calicut. Skills. എന്തൊക്കെ നൈപുണികളാണ് ഉള്ളത്, സ്കിൽസ് ആണുള്ളത് എന്നാണ് എഴുതാൻ പോകുന്നത്. എക്സലൻറ്റ് റിപ്പോർട്ടിംഗ് സ്കിൽ, ഫോട്ടോഗ്രഫി ആൻഡ് വീഡിയോഗ്രഫി സ്കിൽസ്, എക്സ്റ്റെൻസീവ് നോളജ് ഓഫ് സോഷ്യൽ മീഡിയ റിപ്പോർട്ടിംഗ്, നെറ്റ്വർക്കിംഗ് ആൻഡ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, മൾട്ടി ടാസ്കിംഗ്. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ അറിയാം, മൾട്ടി ടാസ്കിംഗ്. ഫാക്ട് ചെക്കിംഗ് ആൻഡ് എഡിറ്റിംഗ് സ്കിൽസ്, ടീം പ്ലെയർ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റുള്ളവരുമായി ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുക. നെക്സ്റ്റ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, വ്യക്തിപരമായ വിവരങ്ങൾ. ഡേറ്റ് ഓഫ് ബർത്ത് 1/7/1999. ഹോബി, നമ്മളുടെ കരിയറിനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്ന ഹോബികളായാൽ നല്ലത്. ലുക്ക് അറ്റ് ദിസ്. ഡെവലപ്പിംഗ് e-content, exploring and getting updated with the latest technology, traveling, listening to music. ഇതൊക്കെയാണ് ഹോബികൾ. അവസാനമായി റെഫറൻസുകൾ. നമ്മളെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ആരിൽ നിന്ന് അറിയാൻ സാധിക്കും. ഇതാണ് റെഫറൻസ്. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 1, ഞാൻ പഠിച്ച ഡിപ്പാർട്ട്മെൻറ്റിലെ HOD. 2, ഞാൻ ഇപ്പോൾ ജോലി ചെയ്തു വരുന്ന സ്ഥാപനത്തിലെ CEO. 2 references. Number 1, Dr. Madhu Prabhakar, HOD, School of Journalism, University of Calicut. Number 2, Dr. Neena Mohan, CEO, Media One. Friends, this is a curriculum vitae, a CV, and this is question number 20. Now, let's move on to the last question, a group discussion. Organize a group discussion and report the same on the topic, classroom teaching. Have the age-old practices become obsolete in the pandemic times? ഇതാണ് വിഷയം. കോവിഡ് എന്ന പാൻഡമിക് വന്നു കഴിഞ്ഞപ്പോൾ
ക്ലാസ് റൂം ടീച്ചിങ് പഴഞ്ചൻ സമ്പ്രദായമായി മാറിയോ? ഇതാണ് ചോദ്യം. ഇതിനെപ്പറ്റി ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ. നമുക്കറിയാം, ഗ്രൂപ്പ് ഡിസ്കഷന് ഒരു ടീം ലീഡർ വേണം, അതായത് മോഡറേറ്റർ. ഇദ്ദേഹം വിഷയം അവതരിപ്പിക്കും, ആളുകളെ അഭിപ്രായം പറയാൻ ക്ഷണിക്കും. ഡിസ്കഷനിൽ പങ്കെടുക്കുന്നവർ ആ വിഷയത്തിന് അനുകൂലമായും പ്രതികൂലമായും എല്ലാ വശങ്ങളും പറയും. അവസാനം ഡിസ്കഷനിൽ ഉയർന്നു വന്ന ആശയങ്ങൾ ചുരുക്കി പറഞ്ഞ് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കും മോഡറേറ്റർ. ഇതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. നമുക്ക് നോക്കാം. ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. എ ഗ്രൂപ്പ് ഡിസ്കഷൻ ഓൺ ക്ലാസ് റൂം ടീച്ചിങ് have the age-old practices become obsolete in the pandemic times? Team leader, moderator. ഞാൻ കൊടുത്തിരിക്കുന്ന പേര് അനു. Hello friends, I am Anu. The topic for today's group discussion is classroom teaching. Have the age-old practices become obsolete in pandemic times? സുഹൃത്തുക്കളെ, ഞാൻ അനു ആണ്. പേര് സാങ്കല്പികമാണ്. A, B, C, D എന്നിട്ടാലും മതി. ഇന്നത്തെ നമ്മുടെ വിഷയം കോവിഡ് പാൻഡമിക് വന്നു കഴിഞ്ഞപ്പോൾ ക്ലാസ് റൂം ടീച്ചിങ് പഴഞ്ചനായി മാറിപ്പോയോ എന്നുള്ളതാണല്ലോ. We know that it is the educational field that has witnessed a revolutionary change as a result of the pandemic. ഈ മഹാമാരി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായതായി നമുക്കറിയാമല്ലോ. We have all been part of this change. നാം എല്ലാവരും ഇത് നേരിട്ട് അനുഭവിച്ചതാണല്ലോ. Now the question is whether technology has made traditional teaching learning process out of date. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കാലാകാലങ്ങളായുള്ള ക്ലാസ് മുറികളിലെ പഠനം പുതിയ ടെക്നോളജി വന്നപ്പോൾ പഴഞ്ചനായി മാറിയോ എന്നുള്ളതാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. Today we have 5 discussants, 5 persons to enlighten us on the topic. They are Nirmal, Anisa, Mekha, Nasir and Biju. ഈ വിഷയത്തിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി സംസാരിക്കാൻ നമുക്കിവിടെ 5 പേരുണ്ട്. ഈ പറഞ്ഞ പേരുകാർ. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ് മീ സ്റ്റാർട്ട് ദ ഡിസ്കഷൻ. ഞാൻ തന്നെ തുടങ്ങാം. വെൽ ഫ്രണ്ട്സ്, മൈ പെർസെപ്ഷൻ ഈസ് ദാറ്റ് ക്ലാസ് റൂം ടീച്ചിങ് വാസ് വെരി റെസിസ്റ്റന്റ് ടു ടെക്നോളജി. എനിക്ക് തോന്നുന്നത് ക്ലാസ് റൂം ടീച്ചിങ് ടെക്നോളജിക്ക് അത്ര വഴങ്ങിയിരുന്നില്ല. വെൻ ടെക്നോളജി ഇമ്പാക്റ്റഡ് all other fields such as communication, medicine and engineering, its influence on education was relatively slower. ജീവിതത്തിലെ മറ്റെല്ലാ മേഖലയിലും ടെക്നോളജി വളരെ ശക്തമായ സ്വാധീനം ചെലുത്തിയപ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ അതിൻ്റെ സ്വാധീനം വളരെ മെല്ലെയായിരുന്നു. The pandemic that chained all of us to our homes for more than a year changed this scenario. നമ്മളെ എല്ലാവരെയും വീട്ടിനകത്ത് തളച്ചിട്ടിരുന്ന കോവിഡ് എന്ന മഹാമാരി ഈ അവസ്ഥയെ മാറ്റിമറിച്ചു. ടീച്ചേഴ്സ് who were resistant to technology were forced to adopt it. സാങ്കേതിക വിദ്യയെ വെറുത്തിരുന്ന അധ്യാപകർക്ക് അതിനെ സ്വീകരിക്കേണ്ടി വന്നു. Now, even after the pandemic is over, the change persists. ഇപ്പോൾ മഹാമാരി പോയി കഴിഞ്ഞപ്പോഴും ഈ മാറ്റം തുടരുകയാണ്. I believe that there is no going back and it is for the better. മിക്കവാറും ഇനി ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല. അത് നല്ലതിനാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. Friends, now it is your turn to offer your comments and opinion. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അഭിപ്രായങ്ങൾ പറയാം. ആദ്യമായി നിർമ്മൽ. I perfectly agree with you, Anu. അദ്ദേഹം അനു പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. Look at the range of learning opportunities we have now. നമുക്കിപ്പോൾ എന്തെല്ലാം പഠന സാധ്യതകളാണുള്ളത്. Earlier we had to content ourselves with our classroom lectures. മുൻപാണെങ്കിൽ ക്ലാസ് റൂമിലെ ബോറൻ പഠനം മാത്രം. Now we have the choice of listening to the best classes in the world. ഇന്നാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ വരെ നമുക്ക് ലഭിക്കും ഓൺലൈനിലൂടെ. It gives us a better learning experience. അത് നമുക്ക് ഒരു പുതിയ പഠന അനുഭവം തരുന്നുണ്ട്. നമ്പർ 2, അനീസ. ഐ ബിലീവ് ദ സെയിം. ശരിയാണ്, എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. അനീസയും തുടക്കത്തിലെ ആശയത്തെ സപ്പോർട്ട് ചെയ്യാണ്. ഫോർ എ ജോക്ക്, ദ കോളേജ് ബിൽഡിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അവർ ടീച്ചേഴ്സ് ഹാവ് ബിക്കം യൂസ്ലെസ്. ഒരു തമാശയ്ക്ക് വേണ്ടിയാണെങ്കിലും നമ്മുടെ കോളേജ് കെട്ടിടവും അതിനകത്തുള്ള സാധനങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ സാറുമാരും ഒക്കെ ആർക്കും വേണ്ടാത്ത സാധനമായി മാറി അല്ലേ? Why do we go to an educational institution? എന്തിനാണ് നമ്മൾ കോളേജിലേക്ക് പോണത്? Why don't we sit at home and explore things online? നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈനിൽ കാര്യങ്ങൾ പഠിച്ചാൽ പോരെ? I believe that
the flexibility of the online mode must prevail. എനിക്ക് തോന്നുന്നത് ഈ ഓൺലൈൻ സമ്പ്രദായം തുടരണമെന്നാണ്. We don't want to go back to the conventional classrooms. ആ പഴഞ്ചൻ ക്ലാസ് മുറികളിലേക്ക് ഇനി ആര് പോവും? നെക്സ്റ്റ് ഈസ് മേഘ. ഇതാ നോക്ക്, വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയാൻ പോവാണ്. ഐ എം സോറി, ഐ ബെഗ് ടു ഡിഫർ. ഈ പറഞ്ഞത് മുഴുവൻ ശരിയല്ല, എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറയാനുണ്ട്. ആ പറഞ്ഞ രീതി നോക്കിയേ. എഡ്യൂക്കേഷൻ is not merely the acquisition of knowledge and skills. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അറിവും സ്കിൽസും നേടുന്നത് മാത്രമല്ല. It has to do with the holistic development of the learner. പഠിതാവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണ വികാസമാണ് അത്. And the time spent in an institution enables a person to acquire skills such as collaborative learning, teamwork, organizing and managerial skills from schools and colleges. ഒന്നിച്ചിരുന്നുള്ള പഠിത്തം, ടീം വർക്ക്, കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ശേഷി, ഇതൊക്കെ നമുക്ക് സ്കൂളുകളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നും മാത്രമേ കിട്ടുകയുള്ളൂ. Hence, technology enabled learning is incomplete in itself. അങ്ങനെ നോക്കുമ്പോൾ ടെക്നോളജി ഉപയോഗിച്ചുള്ള പഠനം പൂർണ്ണമല്ലെന്ന് നമുക്ക് മനസ്സിലാവും. Now it is the turn of Nasir. I too have reservations on the earlier arguments. ആദ്യം പറഞ്ഞ കാര്യങ്ങളോട് എനിക്കും വിയോജിപ്പുണ്ട്. I agree with മേഘ. എനിക്ക് മുൻപ് സംസാരിച്ച മേഘ പറഞ്ഞ കാര്യങ്ങളോടാണ് എനിക്ക് കൂടുതൽ യോജിപ്പ്. I feel that online learning may supplement traditional learning methods but not replace them. ക്ലാസ് മുറികളിലെ പഠനത്തെ പിന്താങ്ങാനായി ഓൺലൈൻ ഉപയോഗിക്കാം, അല്ലാതെ അതിന് പകരക്കാരനാവേണ്ടതില്ല. And now it is Biju's turn. Biju says, I feel the same. എനിക്കും അതാ തോന്നുന്നത്. Personally, I look at the pandemic times of home learning as a big loss. ആ മഹാമാരി കാലഘട്ടത്തെ ഒരു വലിയ നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. We had network issues and we listened to only half of what the teachers said. നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു? നെറ്റ്വർക്ക് ഇഷ്യൂസ്, അധ്യാപകർ പറയുന്നത് പകുതിയും കേൾക്കാൻ കഴിഞ്ഞില്ല. Besides, many of us were forced to go for part-time jobs to make both ends meet. പിന്നെ ജീവിക്കാൻ വേണ്ടി പാർട്ട് ടൈം ജോലി. So our virtual attendance was meaningless. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ വെർച്വൽ അറ്റൻഡൻസ് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കാം. Also, most of us lost interest in books. അങ്ങനെ പിള്ളേർ പുസ്തക വിരോധികളായി മാറുകയും ചെയ്തു. അപ്പോൾ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ആദ്യ 2 പേർ ഓൺലൈൻ ടീച്ചിങ്ങിനെ അനുകൂലിച്ച് സംസാരിച്ചു. പിന്നെ 3 പേർ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇനി ടീം ലീഡർ, അതായത് മോഡറേറ്റർ, ഇതൊന്ന് സമ്മപ്പ് ചെയ്ത്, ഒന്ന് സമ്മറൈസ് ചെയ്ത് ചർച്ച അവസാനിപ്പിക്കും. നന്ദിയോടുകൂടി. അനു. വെൽ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്. വി ഹാവ് ഹാഡ് എ വെരി ഫ്രൂട്ട്ഫുൾ ഡിസ്കഷൻ. അങ്ങനെ നല്ല ഒരു ചർച്ച നമുക്ക് നടത്താൻ കഴിഞ്ഞു. ഐ എം ഹാപ്പി ദറ്റ് എവ്രിബോഡി has actively participated in the discussion. എല്ലാവരും നല്ല രീതിയിൽ ചർച്ചയിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. It is obvious that the pandemic necessitated online teaching. മഹാമാരി കാരണം ഓൺലൈൻ ടീച്ചിങ് വേണ്ടി വന്നു എന്നുള്ളത് സത്യം. ടെക്നോളജി അസിസ്റ്റഡ് ലേണിംഗ് ഹാസ് എ ലോട്ട് ഓഫ് അഡ്വാൻറ്റേജസ്. ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയുള്ള പഠനം നല്ലത് തന്നെയാണ്. ഇറ്റ് ഹാസ് ഓപ്പൺഡ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ലേണേഴ്സ്. കുട്ടികൾക്ക് അത് ധാരാളം അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ, കോസ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് ഓഫേഴ്സ് എ റിച്ച് ലേണിംഗ് എക്സ്പീരിയൻസ്. അത് നമുക്ക് സൗകര്യപ്രദമായി ഉപയോഗിക്കാം. പണച്ചിലവ് കുറവാണ്. വൈവിധ്യമാർന്ന പഠന അനുഭവങ്ങൾ അത് തരുന്നുണ്ട്. ഹവെവർ, ഇറ്റ് മേ സപ്ലിമെന്റ് ട്രഡീഷണൽ ലേണിംഗ് മെത്തേഡ്സ് ബട്ട് cannot replace them. എന്നാൽ പരമ്പരാഗത രീതിയോട് ചേർത്ത് അതിനെ ഉപയോഗിക്കാം, അതിന് പകരമായി ഉപയോഗിക്കണ്ട. ട്രഡീഷണൽ ലേണിംഗ് ഹാസ് ഇറ്റ്സ് ഓൺ സെറ്റ് ഓഫ് അഡ്വാൻറ്റേജസ്. കാലാകാലങ്ങളായിട്ടുള്ള പഠന രീതിക്ക് അതിൻ്റേതായ പ്രയോജനങ്ങളുണ്ട്. ബട്ട് വൺ തിങ് ഈസ് സർട്ടൻ. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഓൺലൈൻ ലേണിംഗ് ഹാസ് ചേഞ്ച്ഡ് അവർ പെർസ്പെക്റ്റീവ് ടുവേർഡ്സ് എഡ്യൂക്കേഷൻ. നാം വിദ്യാഭ്യാസത്തെ നോക്കിക്കണ്ടിരുന്ന രീതി മാറ്റിമറിക്കാൻ ഓൺലൈൻ വിദ്യാഭ്യാസം സഹായിച്ചു. Now we can go back to our classrooms fully equipped with the avenues opened by online learning. അങ്ങനെ ഓൺലൈൻ തുറന്നു തരുന്ന പുതിയ വഴികളിലൂടെ നമുക്ക് ക്ലാസ് മുറികളിലേക്ക് പോകാം. താങ്ക് യു ഓൾ ഫോർ ടേക്കിംഗ് പാർട്ട് ഇൻ ദ ഡിസ്കഷൻ. ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ എഴുതേണ്ടത്. Friends, that is all about our discussion on
the model question paper on functional grammar and communication in English. Thank you for being with me. I'll see you soon. Bye-bye.